ന്യൂസിലാൻഡിനെതിരെ നടക്കാൻ പോകുന്ന 3 മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിച്ചേക്കാം. ജനുവരി 11-നാണ് ഇന്ത്യയും ന്യൂസിലാൻഡ് തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് തുടക്കമാകുന്നത്. കിവീസ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ ആര് നയിക്കുമെന്നുള്ള ആകാംക്ഷ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി ടീമിൽ മടങ്ങിയെത്തുമെന്നാണ് റിപ്പോർട്ട്. അല്ലാത്തപക്ഷം KL രാഹുലാകും കിവീസ് പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ നയിക്കാൻ നറുക്കുവീഴുക. പരിക്കിന് പിടിയിലായിരുന്ന ഇന്ത്യയുടെ മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യർ ടീമിലെത്താൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെങ്കിലും താരത്തിന് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ കഴിയാത്തത് തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലേക്കുള്ള അയ്യരുടെ മടങ്ങിവരവ് വൈകാനാണ് സാധ്യത. മലയാള താരമായ സഞ്ജു സാംസന് ഏകദിന ടീമിൽ സ്ഥാനം കിട്ടാൻ സാധ്യതയില്ല. ഇന്ത്യയുടെ മറ്റൊരു പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തും ടീമിൽ നിന്നും പുറത്തു പോകാനാണ് സാധ്യത. നിലവിൽ ഋഷഭ് പന്തിന്റെ മങ്ങിയ ഫോം BCCI ആകെ കുഴപ്പിക്കുന്നുണ്ട്. ഇഷാൻ കിഷൻ, ധ്രുവ് ജുറേൽ എന്നീ താരങ്ങളുടെയാകും കിവീസ് പരമ്പരയിൽ പരിഗണിക്കാൻ സാധ്യതയുള്ളത്. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയ്ക്കും ഇന്ത്യൻ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്കും വിശ്രമം നൽകിയേക്കാം. ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ സീനിയർ പേസറായ മുഹമ്മദ് ഷമി ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തിയേക്കാം. മികച്ച ഫോമിൽ നിൽക്കുന്ന ഇന്ത്യൻ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യയുടെ ഏകദിന ടീമിൽ തുടരും.